ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മുട്ട കബാബ് ചെയ്യാം. അപ്പോൾ മുട്ട കബാബിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മുട്ട, കുറച്ച് നാളികേരം, പച്ചമുളക്, ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് നമുക്കൊരു 3-4 ചെറിയുള്ളി. കുറച്ചധികം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു 5 ചെറിയുള്ളിയൊക്കെ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ അരയ്ക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ അരപ്പെല്ലാം ഇട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അരയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് അതുകൂടെ ഒഴിക്കണം. ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് അരയ്ക്കാം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിരിക്കുന്ന ഈ പേസ്റ്റ് മുട്ടയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയിലെല്ലാം നമ്മൾ പേസ്റ്റ് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിന് മുട്ടയിൽ തന്നെ മുക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട്ലറ്റ് എല്ലാം മുക്കി പൊരിക്കുന്ന പോലെ ഇനി റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് മാവ് മുക്കിയെടുക്കണം. അതിനുശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട കബാബ് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട കബാബ് റെസിപ്പി വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്കൊരു കബാബ് ഉണ്ടാക്കണമെങ്കിൽ 2-3 എത്ര മുട്ടയുള്ളതെന്ന് വെച്ചാൽ എളുപ്പം ചെയ്യാവുന്നതാണ്. ഒരു പേസ്റ്റ് ഉണ്ടാക്കുക, കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിൾ റെസിപ്പിയുമായി ഉടൻ വരുന്നതാണ്. ബെൽ ബട്ടൺ കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.